സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണത്തിലെ താടകാവധം, അഹല്യാമോക്ഷം, സീതാസേവനം തുടങ്ങിയ ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാദയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിന്റെ കുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം ശ്രീരാമവിനാശകരം നമാമി. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. കൂജന്തം രാമ രാമേതി മധുരമോ മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മരവും പൂണ്ടു പറഞ്ഞ വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലീ വഴിയാരമേ യുഗകാലം കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസീ ധനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയോ മതനില്ലോരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണില് ചെയ്തോ രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതതു നേരം. ചെറുഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതാഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൾ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആസുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം.
നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യഗാനനെ തത്ര വസിച്ചു കാമ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാലസ്തയാ പുലർകാല. പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനോ മുനിമുഖ്യന്മാരെ എതിരേറ്റ് വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതും ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൾ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതോ കൗശികനുതുകാലം ആഗമിച്ചിതോ നക്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലെ മേൽഭാഗത്തിങ്കൾ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ 2 ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെ 1 ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിത് രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്ന് വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിത് ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൊക്കിയിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൽ അന്നു തുടങ്ങി മാരീചനും. പറ്റൽ കുലകാലനായ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തതോ സന്തോഷത്താൽ ദേവദുന്ദുബികളും ഘോഷിച്ചതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നസ്രപൂർണാർദ്ര കുലനേത്ര പത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്താൽ 203 ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തത് 4-ാം ദിവസം പിന്നെ മുനി അരുത് വൃഥാകാലം കളയുക എന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കൺമാൻ പോകണം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിയ മാഹേശ്വരവില്ലുണ്ട് വിദേഹ രാജത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ. ഭൂമി ബാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം ക്ഷോണീ ബാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപചന്ദ്രന്മാരോടും ഈ വണ്ണമരു ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി. വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാത്രമം തത്ര ശോഭവുണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രൻ നോക്കി പുണ്ടരീകേഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആത്രമപദമിതാർക്കുള്ളൂ മനോഹരമാശ്രയ യോഗ്യം നാനാ ജന്തുവർജിതം ധാനും. എത്രയമാഹ്ലാദമുണ്ടായതോ മനസ്സിമേ തത്വമെന്തെന്നരു ചെയ്യണം തപോനിധേ. എന്നത് കേട്ട് വിശ്വാമിത്രനും ഉര ചെയ്തു പന്നകശായി പരം തന്നോട് പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാ നീ വാട്ടമില്ലാതെ തപസുള്ള ഗൗതമമുനി. ഗംഗാരോധസീ നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലമോ വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിതസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നമോ ഗൗതമ മുനീന്ദ്രനു കൊടുത്തു. വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്തക്കന്മാരായാരവർ. ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും. തന്നെ ഭക്തിയായോരഹല്ലയോടും ചേർന്ന് പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ശവ്യനും കുസുമായുധവസനായാൻ.
ചെന്തൊട്ടി വായ്മലരും പന്തക്കും മുലകളും ചന്തമേറിയിടും തുടക്കാപും ആസ്വദിപ്പേനെന്തോ ഒരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താൾ ബാണാർത്തികൊണ്ട് സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീ രൂപമോ ചിന്തിച്ചു ചിന്തിച്ച് അനങ്കാന്തനായി വന്നാനല്ലോ. അന്തരാത്മനി വിപുതേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെയോരന്തരമെന്തെന്നതോർത്ത് ലോകേശാത്മജാസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈകൊണ്ടന്ത്യയാമാദിയിങ്കൽ സന്ധ്യാബന്ധനത്തിന് ഗൗതമൻ പോയ നേരമന്തരാ പുക്കുടചന്ധരേ പരവശൽ. സുമത്രാവാമഹല്യയെ പ്രാപിച്ചു സസഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ ഉദയമൊട്ടടുത്തിയിലെന്നു കണ്ട് ബദ്ധസദ്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കൂ മുനിശ്രേഷ്ഠനെ ബലാൽ അപ്പോൾ വിത്രസ്തനായത്രയോ വേവത പൂണ്ടു നിന്നാൽ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈകൊണ്ടു മുനീന്ദ്രനും നില്ലാരാകുന്നതെന്ത് ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈകൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞീനല്ലോ തവ വൃത്താന്തം പറയായികൾ ഭസ്മാക്കുവനിപ്പോൾ. ചൊല്ലിനാനത് നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനല്ല. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടത് മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളയണമേ. സഹസ്രഭകനായി ഭവിക്കവാൻ ഇനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പൊക്കപ്പോൾ അഹല്യയും വേപതി പൂണ്ടു നിൽക്കുന്നത് കണ്ടരു ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോട്. കഷ്ടമെത്രയും തവ വൃത്തം ദുരാചാര് ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നന്നുഭാരം ദുഷ്കൃതമൊടുങ്ങുവാൻ അതിന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരെ ശിലാരൂപവും കൈകൊണ്ടു നീ രാമപാദബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീഹാരതാപവായു വർഷാദികളും സഹിച്ചാഹാരതികൾ ഇതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായവരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനും മനുഷ്യനും ശ്രീരാമപാദം ബോധസ്പർശമുണ്ടായിടുന്നാൾ തീരുന്നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച് വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരു ചെയ്തു മനേഹ്യമവൽ പാർശ്വം പൊക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യയും. നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തോ ഒരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതെ ഒരു ഭാഷാണാങ്കിയായി ഘോരമം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമ ഭക്തിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാദീനന്ദനൻ ദാശരഥിയോടെ അവൻ പറഞ്ഞാശു തൃക്കയും പിടിച്ചുടലാങ്കണം പൊക്കാൻ ഉഗ്രമാം തപസൂടുമിരിക്കും ശിലാരൂപമഗ്രേ കണ്ടെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിഭക്തിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നോരാനന്ദമേതോ ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങമാറു സോദരനോടും
താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും ദീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷത്തോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജതല സന്നിവ നേത്രത്തോടും വാസവനീലമണി സംകാശഗാത്രത്തോടും വാസാവാദവ്യ അമരബന്ധിത പാദത്തോടും പത്വദിക്കങ്കലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലം തന്നെ കാണായിതഹല്ലിക്കും തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നേ മുര ചെയ്തത് മോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചുത്താനം ചെയ്തു ഭക്ത്യ സത്തരമർഗാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ സന്തോഷത്രുക്കളുടെ കീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്താനം ചെയ്തു മുഖരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വൈനായോരനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാഗ്നിമഗ്നയായി സ്തുതി ചെയ്താൾ. ഞാനഹോ കൃതാർത്ഥനായ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ ആപേക്ഷിതോ പാദപത്മ സംലഗ്ന പാംസുലേശമെന്നെനിക്കല്ലോ സിദ്ധിച്ചു. ബവൽ പ്രസാദി രേഖത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രമെത്രയും തപചേഷ്ടിതം ജഗൽപതേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേഖനതല ശുകുലനല്ലോ ഭവാൻ. തൽപാദാംബുജാപാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തെന്ന് വർണ്ണിപ്പത് വൈകുണ്ഠ തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യമോ ഭക്തിയവ മറ്റാരെയോ ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നതോ വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനം. യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ, ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. പുരസ്ഥിതം സാക്ഷാലീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകും അകല്യദാനം പിന്നെ ലോകേശാനുജ്ഞയാ പോയിത് പവിത്രയായി. ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചിടിനാളഹല്യയും. ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ കലഭാവങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല. വരുമൈഹീക സൗഖ്യമോ പുരുഷന്മാർക്കു നൂനം. ഭക്ത്യാനാഥന കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവും ഏറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീസുരഹന്ധ പിതൃമാതൃഹാഭൂഹി. പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം. ചേതസി രാമചന്ദ്രോ ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വർത്തനായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഇതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരു ചെയ്താൻ. ബാലന്മാരെ പോകമെല്ലാപുരിക്കുനാം കാലവും പ്രതാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവശാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പൊക്ക് താതനെ കാണാം. ഇത്തരം അരു ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന മിഥിലാപുരമകം പൊക്ക്.
മുനിനായകനായ കൗശീകൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്ന് കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാധാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായ നൃപേന്ദ്രനും സൂര്യചന്ദ്രന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടന ജഗദേക സുന്ദരന്മാരാം ഇവരായെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനവത് കെട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നിരവധി. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാകം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നിടിനേനുത് കാലം. കാടകം പൊക്ക നേരം വന്നൂര് നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാസവും പൊക്കോ യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. സ്ത്രീപാദാംബരത സ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ ഭാവവും നശിപ്പിച്ചു ഭാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീ അത് കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്തരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാര യോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരു നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു, നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നത് കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാസരഥി വില്ലിത് കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനുവൻ മമനന്ദനയ്ക്കുന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചതോ മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ശാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ശാപമെടുത്തു കൊണ്ടുവന്നാർ. ഗണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിത് മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനോ ആനന്ദം ഉൾക്കൊണ്ടു ബന്ധിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുകൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ടു മന്ദം മന്ദം പോ ചെന്നു നിന്ന് കണ്ടിതു ശാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു തിജശ്രമം. നിന്നരുളും നേരം ഈ 7 ലോകങ്ങളും ഒന്ന് മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈകൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്രേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശീകനും. മൈഥിലി തന്നെ പരിചാരികമാരും നിരമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദവർണോദ നേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടിയിടിനാൾ. മുന്നേ പിന്നാലെ വർണ്ണാർത്ഥ മാലയും ഇട്ടിയിടിനാൾ. മാലയും ധരിച്ചു നീലോൽപലകാന്തി തീടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമനന്ദനെ കനുരൂപനാശോഭിച്ചിടും ഭൂമിപാലകപാലൻ തന്നെ കണ്ടവർകളും ആനന്ദാമുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കന്നാശയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനോ വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരമോ ദശരഥ ഭൂപനെ വരുത്തുവാൻ.
വിശ്വാമിത്രനും മിഥിലാധിപന്ധാനും കൂടി വിശ്വാസം ദശരഥന്തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാവിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. വിശ്വാമിത്രന്റെ കൂടെ വനത്തിലേക്ക് പോയതായ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര രാഗരക്ഷക്ക് സഹായമായി നിൽക്കുകയുണ്ടായി. തുടർന്ന് വിശ്വാമിത്രനുമായിട്ട് നടന്നു പോകുന്ന വഴിക്കാണ് വിശ്വാമിത്രൻ പറഞ്ഞു, കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ നാടകാവലങ്കരിവാണിയുടെ ദേശമല്ലോ. ഈ കാട് നീ ശ്രദ്ധിച്ചു നോക്കുക, ഇതുവഴി ആരും പോകാറില്ല. കാമരൂപിണിയായ താടക ഇവിടെയാണ് താമസിക്കുന്നത്. അവളെ പേടിച്ചാലും നിറവഴി നടപ്പിയില ഭുവനവാസി ജനം ഭുവനേശ്വര പൂച്ചി. അവളെ നീ വധിക്കണം എന്ന് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ തൻ്റെ ചെറിയൊരു ഞാണലി പ്രയോഗിച്ചു. അപ്പോൾ താടകയാകട്ടെ അലറിക്കൊണ്ട് ഭക്ഷിക്കാനായി വന്നു. ആ സമയത്ത് ശ്രീരാമൻ ഒരു സ്വരം പ്രയോഗിച്ചു, താടകയുടെ മാറിൽ തറച്ചു. താടകയാകട്ടെ പാരതിൽ മലചരകറ്റ് വീണ പോലെ ഘോരരൂപിണിയാ താടക വീണാളല്ലോ. വാസമയത്ത് അവിടെ ശരീരത്തിൽ നിന്നും ഒരു സുന്ദരിയായ യക്ഷിരൂപമാണ് ഉയർന്നു വന്നത്. ഏതോ ശാപത്തിന് ഫലമായിട്ട് ഉള്ള ഒരു യക്ഷിയാണത്രേ ഇവിടെ താടകയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും താടകയെ വധിച്ചതിന് ശേഷം പിന്നീട് അവര് ആശ്രമത്തിൽ താമസിച്ചിട്ട് സന്ധ്യാവന്ദനം ചെയ്തു. പിന്നീട് പുലർകാലത്ത് അവിടെ നിന്ന് വീണ്ടും അവർ നടന്നു പോവുകയാണ്. അമാവാസി യാഗം നടത്താൻ വേണ്ടി പറഞ്ഞു. യാഗം ചെയ്യുന്ന സമയത്താകട്ടെ മാരീചൻ സ്വഭാവം തുടങ്ങിയ അസുരന്മാര് രക്തവൃഷ്ടി ചെയ്തു. ഈ സമയത്ത് ശ്രീരാമൻ ബാണം പ്രയോഗിച്ചുകൊണ്ട് സുബാഹുവിനെ വധിച്ചു. അപ്പോൾ മാരീചൻ ഭയപ്പെട്ടോടുകയാണ് ഉണ്ടായത്. ശ്രീരാമന്റെ ബാണം മാരീചന്റെ വിറകത്തിന്റെ പോയി. പല ദിക്കിലും അവൻ അഭയത്തിന് വേണ്ടി കേണു പറഞ്ഞുവെങ്കിലും എവിടെ അഭയം കിട്ടാതെ അവസാനം ശ്രീരാമന്റെ കാലത്തിന് ഇവിടെ നമസ്കരിച്ചു. എന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ശ്രീരാമൻ അഭയം കൊടുത്തു. അന്ന് മുതൽ ആ മാരീചൻ ശ്രീരാമന്റെ ഭക്തനായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. ഏതായാലും ദേവന്മാരൊക്കെ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടികളൊക്കെ ചെയ്യുകയുണ്ടായി. ആ സമയത്ത് പിന്നീട് അവിടെ മഹർഷിയും രാമലക്ഷ്മണന്മാരും 2-3 ദിവസം അവിടെ തന്നെ പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു വന്നു. പിന്നീട് 4-ാം ദിവസം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, നമുക്ക് മിഥിലരാജ്യത്തിലേക്ക് പോകണം. അവിടെ പരമശിവന്റെ ത്രയംബകം ഇല്ലവിടെയാണ് ഉള്ളത്, അത് ചെന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ജനകമംഗല രാജാവിന്റെ കൊട്ടാരത്തിൽ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെ അഹല്യാദേവിയുടെ കഥയാണ് പറയുന്നത്, സൂചിപ്പിക്കുന്നത്. ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യാദേവി ഒരു ദിവസം ഗൗതമ മഹർഷി സന്ധ്യാവന്ദനത്തിന് പുലർകാലത്ത് കുളിക്കാൻ വേണ്ടി പോയ സമയത്താണ് ഈ അഹല്യാദേവിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചതായ ദേവേന്ദ്രൻ മഹർഷിയുടെ രൂപം കൈകൊണ്ട് വന്ന് അഹല്യയെ പ്രാപിച്ചു അത്രേ. ആ സമയത്ത് സ്നാനത്തിന് പോയതായ ഗൗതമ മഹർഷി സൂര്യന്റെ ഉദയത്തിന് സമയം എന്നും ഉണ്ടത്രേ, ഞാൻ വളരെ നേരത്തെയാണ് എത്തിയത് എന്ന് കരുതിയിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയുണ്ടായെന്നും വന്നപ്പോൾ
ആശ്രമത്തിനുള്ളിൽ നിന്നും തൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. സാക്ഷാൽ ദേവേന്ദ്രനാണ്. അബദ്ധം മനസ്സിലാക്കിയ ഗൗതമ മഹർഷി അദ്ദേഹത്തെ കോപത്തോടെ ചോദിച്ചു, നില്ല് നില്ല്, ആരാകുന്നത് നീ ദുഷ്ടാത്മാവേ? നീ എന്താണ് ഇങ്ങനെ എൻ്റെ രൂപം ധരിച്ച് ഇവിടെ വരാൻ കാരണം? നീ നിർലജ്ജനായത് മഹാഭാവിയാണ്. ആ സമയത്ത് ഭയപ്പെട്ടോട് ഇന്ദ്രൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ദേവേന്ദ്രനാണ്. കാമകിങ്കരനകം വല്ലാമെയെല്ലാം അകപ്പെട്ടത് മൂഢത്തം കൊണ്ട്, എല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഗൗതമ മഹർഷി പറഞ്ഞു, ഇതിന്റെ ദുഷ്കൃത ഫലം നീ അനുഭവിക്കണം, സഹസ്രഭവനായി ഭവിക്കുക എന്ന് ശാപം കൊടുത്തു. അങ്ങനെ ശപിച്ചുകൊണ്ട് ആശ്രമത്തിനുള്ളിൽ ചെന്നപ്പോഴാണ് അവിടെ പരിഭ്രമിച്ചിരിക്കുന്ന അഹല്യയെ കാണാനിടയായി. അഹല്യയോട് കോപത്തോടെ പറഞ്ഞു, കഷ്ടമെത്രയും തവ വൃത്താന്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർത്ഥ്യം നിന്ന് ഭാരം. നീ ചെയ്ത ഈ പ്രവൃത്തിതിന് പ്രാശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യണം. നീ എന്താണ് നിഷ്കൃതിയായുള്ള ദുസ്തര മഹാവ്രതം, നീ ഒരു വ്രതം അനുഷ്ഠിക്കണം. ഇനി വളരെ കാലം നീ ഇവിടെ കറുത്ത ശിലയായിട്ട് ഇവിടെ കഴിയാനിടയാകണം. ഇവിടെ മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു ശിലയായിട്ട് നീ കഴിയണം. ഇവിടെ ഒരിക്കല് ശ്രീരാമൻ ചന്ദ്രൻ ഈ വഴി വരാനിടയാകും. അദ്ദേഹത്തിന്റെ പാദസ്പർശം ഉണ്ടാകുമ്പോൾ നിനക്ക് മോക്ഷം വരും. അങ്ങനെ മോക്ഷം കിട്ടിയാൽ ശുദ്ധമായ മനസ്സോടുകൂടി നിനക്ക് വീണ്ടും എന്നെ പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഗൗതമ മഹർഷി അഹല്യയെ അനുഗ്രഹിച്ചു പോയതായിരുന്നു. അവിടെയാണ് ആ അഹല്യയുടെ ആ ശിലയെ വിശ്വാമിത്രൻ കാണിച്ചു കൊടുത്തു. അവിടെ ശ്രീരാമചന്ദ്രൻ പാദം ഒന്ന് സ്പർശിച്ചപ്പോൾ അഹല്യ ആ സുന്ദരമായ രൂപത്തിൽ ഉയർന്നു വരികയുണ്ടായി. അഹല്യാദേവി വളരെ മനോഹരമായിട്ട് സ്തുതിക്കുകയുണ്ടായി ശ്രീരാമനെ. തുടർന്ന് അഹല്യാസ്തുതിക്ക് ശേഷം വളരെ ഭംഗിയായിട്ട് അഹല്യ സ്തുതിക്കുകയാണ്. തുടർന്ന് അഹല്യയെ അനുഗ്രഹിച്ചതിന് ശേഷം പിന്നീട് അവര് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, നമുക്ക് ഏതായാലും ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ പോകണം. അവിടെ പരമശിവന്റെ ത്രയംബകം വില്ലുണ്ട്, അത് ചെന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിഥിലാപുരിക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതായ മഹർഷിയെയും രാമലക്ഷ്മണന്മാരെയും ജനക മഹാരാജ വളരെ സ്വീകരിച്ചിരുത്തി. രാമലക്ഷ്മണന്മാരുടെ സൗന്ദര്യം കണ്ട് ഇവരാരാണെന്ന് ജനകരാജാവ് അന്വേഷിച്ചു. പറഞ്ഞു, വീരനാം ദശരഥന്റെ പുത്രന്മാരിൽ ശ്രീരാമൻ ചേട്ടൻ ഇവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. ഞാൻ എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഇവരെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. കാട്ടിൽ വന്നപ്പോൾ താടകയെ ഒരു ബാണം കൊണ്ട് ചെയ്ത് കൊന്നു. തൻ്റെ പാദസ്പർശം കൊണ്ട് അഹല്യക്ക് മോക്ഷം നൽകി. ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷാൽ പരമശിവന്റെ ത്രയംബകവില്ല് കാണാൻ വേണ്ടിയാണ്, കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജനക മഹാരാജാവ് അനുവാദം കൊടുത്തുകൊണ്ട് തൻ്റെ സജീവന്മാരെ വിളിച്ചിട്ട് ത്രയംബകവില്ല് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പല ആൾക്കാർ കുറെ ആൾക്കാർ ചേർന്നിട്ടാണ് അത്രയും ഹുങ്കാരത്തോടെ വന്നു ചാവവാഹന്മാരും തത്തരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുസാധന ചാപം എടുത്തു കൊണ്ടുവന്നാൽ 5000 കിങ്കരന്മാർ കൂടി ആ പരമശിവന്റെ ത്രയംബകവില്ലെടുത്ത് കൊണ്ടുവരികയുണ്ടായി. ആ മനോഹരമായ വില്ല് കണ്ടു. അത് വില്ലെടുക്കാമോ കുലച്ചിടാമോ എന്നൊക്കെ ശ്രീരാമചന്ദ്രനോട് ആരാഞ്ഞപ്പോൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ശ്രീരാമൻ ജ്വലിച്ച ജലസ്തോടുമെടുത്ത് വേഗത്തോടെ വലിച്ചു നിറച്ചുടൻ മുതിച്ചു ചിതശ്രമം. വളരെ വേഗത്തോടെ വില്ലെടുത്ത് കുലയ്ക്കുണ്ടായി. ആ ത്രയം വില്ല് കുലക്ക സമയത്താകട്ടെ അതിന്റെ ശബ്ദം, അത് പൊട്ടി വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഈരേഴ് ലോകങ്ങളും ഭയപ്പെട്ടു എന്നാണ്. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറഞ്ഞൊച്ച കേട്ട് നടുങ്ങി മറ്റു രാജാക്കന്മാർ സീതയെ കേൾക്കാൻ വേണ്ടി വന്ന, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മറ്റു രാജാക്കന്മാരൊക്കെ എന്താണ് പാമ്പുകളെ പോലെ നടുങ്ങിയതാണ്. ഇടിനാഥം കേട്ട പാമ്പുകളെ പോലെ നടുങ്ങി. മൈഥിലിയാകട്ടെ ശ്രീരാമൻ ത്രയംബകം വില്ല് കുറിച്ചതിൽ വളരെ സന്തോഷിക്കുകയുണ്ടായി. വിശ്വാമിത്ര മഹർഷിക്കും മനസ്സിൽ കൗതുകമുണ്ടായി. അങ്ങനെ ത്രയംബകം വില്ല് ഖണ്ഡിച്ചുകൊണ്ട് സീതാ സ്വയംവരം സീതയെ വളരെ ആഭരണങ്ങളോടെ കണിയിച്ചുകൊണ്ട് അവിടെ ശ്രീരാമന് മുമ്പിൽ കൊണ്ടുവരികയുണ്ടായി.
പിന്നീട് വിശ്വാമിത്രനോട് ജനകരാജാവ് പറഞ്ഞു, ഇനി നമ്മൾ താമസിയാതെ ദൂതന്മാരെ ദശരഥ സമയത്തെ പറഞ്ഞേക്കണം, വിവാഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് വിശ്വാമിത്രനും മിഥിലാഭിനന്ദാനം കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും പെണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചത് വിശ്രമത്വം നടകൊണ്ട് ദൂതന്മാരും അങ്ങനെ ശ്രീരാമന്റെ ഈ സ്വയംവരം നടന്ന കാര്യം അറിയിക്കാൻ വേണ്ടി ദശരഥ രാജാവിന്റെ സമീപത്തേക്ക് ദൂതന്മാർ പോവുകയുണ്ടായി.